Praise the Lord. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം കരേറ്റുന്നു. ദൈവവചന പഠനത്തിനായിട്ട് വേണ്ടി അവസരം നമുക്ക് ലഭിച്ചല്ലോ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് ആയിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പഠനത്താൽ നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ, ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വിശേഷാൽ പാരബിള് 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണെങ്കിലും 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ ആരംഭിപ്പാൻ തക്കവണ്ണം ഇടയായി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് അതിൻ്റെ പശ്ചാത്തലം അല്പം പഠിക്കേണ്ടത്, തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിൽ നമ്മൾ ആരംഭിപ്പാൻ തക്കവണ്ണം ഇടയായി. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊരിക്കൽ കൂടെ വായിക്കാം. ഇന്ന് രാവിലെ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അവ വരുത്തുന്നവൻ അയ്യോ കഷ്ടം. അവൻ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല്ല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന്. സൂക്ഷിച്ചുകൊള്ളുവീൻ, സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടവും നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക. അപ്പോസ്തലന്മാർ കർത്താവിനോട്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ആമേൻ. 2 കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കണ്ടത് നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. യേശു കർത്താവ് ഈ പാരബിള്, ഈ അൺപ്രോഫിറ്റബിൾ സെർവൻറ്റിൻ്റെ, അപ്രയോജന ഭൃത്യനെ കുറിച്ചുള്ള ഈ ഉപമ പറയുവാൻ കാരണമായത് അതിനു മുമ്പ് ശിഷ്യന്മാർ നടത്തിയ ഒരു അഭ്യർത്ഥനയുടെ പ്രതികരണമായിട്ടാണ്. ആ അഭ്യർത്ഥന എന്തായിരുന്നു നമ്മളിവിടെ കാണുന്നുണ്ട്. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച കാര്യം, നിങ്ങൾ ഇടർച്ചകൾ വരുത്തരുത് എന്ന് കർത്താവ് പറയുന്നു, അല്ലേ? ഇടർച്ചകൾ വരാതിരിക്കുന്ന അസാധ്യമെങ്കിലും അവ വരുത്തുന്നവൻ അയ്യോ കഷ്ടം എന്ന് കർത്താവ് പറയുന്നു. എന്നിട്ട് ഈ ചെറിയവരിൽ ഒരുത്തനെ ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല്ല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന്. വളരെ സിവിയറായിട്ടുള്ള, വളരെ കഠിനതരമായിട്ടുള്ള ഒരു ശിക്ഷയാണ് ഈ ഇടർച്ചകൾ വരുത്തുന്നവർക്ക് കർത്താവ് ഇവിടെ പറയുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ച് വളരെ അവർ ഏറ്റവും അധികം പ്രയാസപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം ഗുരുതരമായി കണ്ടിരുന്ന 2 ശിക്ഷാരീതികളായിരുന്നു. ഒന്ന് ക്രൂശീകരണവും, മറ്റേത് വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ അത് തന്നെ നമുക്കറിയാം. ക്രൂശീകരണം എന്ന ശിക്ഷാരീതി റോമ ഗവൺമെൻറ്റാണ് അത് ആവിഷ്കരിക്കുവാൻ, അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനിടയായത്. യഹൂദന്മാർ പ്രാക്ടീസ് ചെയ്ത, പലപ്പോഴും ചെയ്തിരുന്ന ഒരു ശിക്ഷാരീതിയായിരുന്നു വെള്ളത്തിൽ മുക്കി കൊല്ലുക. ഗലീല കടലിലൊക്കെ പലരെയും മുക്കി കൊന്നിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഏതായാലും കർത്താവ് പറയുകയാണ് ഇവിടെ, ഇടർച്ചകൾ വരുത്തുന്നവൻ അയ്യോ കഷ്ടം. ഇടർച്ചകൾ വരാതിരിക്കുന്ന അസാധ്യമെങ്കിലും ഇടർച്ചകൾ വരുത്തുന്നവന് അയ്യോ കഷ്ടം. അവൻ്റെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നവന് നന്നായിരുന്നു. ഇടർച്ച എന്ന വാക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞ് നമ്മുടെ ഒരു പ്രിയ സഹോദരൻ എന്നോട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായി. ബ്രദർ ജോസൻ പറഞ്ഞു, അത് ആംപ്ലിഫൈഡ് വേർഷനിൽ ഇടർച്ച എന്ന വാക്കിന് പരീക്ഷ, ടെംപ്റ്റേഷൻ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ എൻ്റെ കണ്ണ് ആ വിഷയത്തിൽ ആ രീതിയിൽ അത് തുറക്കുവാനിടയായി. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഇടർച്ച എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് കലഹവും പ്രയാസവും ശണ്ടയൊക്കെ ഉണ്ടാക്കുന്നവരല്ലേ, നമ്മോട് വളരെ പ്രയാസകരമായിട്ട് ഇടപെടുന്നവരെന്നൊക്കെയാണ് നമ്മൾ ഓർക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇടർച്ച എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വരുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നവർ എന്നൊക്കെയാണ്.
എന്നാൽ ഇവിടെ അതിനുള്ള ഈ പ്രത്യേകമായ അർത്ഥം, ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാക്കിയാൽ പോലും, ഇടർച്ചകൾ വരാതിരിക്കുന്ന അസാധ്യം, എന്നാൽ ഇടർച്ച വരുത്തുന്നവന്, ഒരു ഇടർച്ച എന്ന് പറഞ്ഞ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക മാത്രമല്ല, ഒരു ടെംപ്റ്റേഷന് കാരണമായാൽ അതുപോലും ശിക്ഷാവിധിക്ക് കാരണമാണെന്നാണ് കർത്താവ് പറഞ്ഞതും പഠിപ്പിച്ചതും. നമ്മൾ എത്ര സീരിയസ് ആയിട്ട് അതിനെ എടുക്കുന്നുണ്ട്. നമ്മളൊക്കെ എത്ര പേർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട്, പരീക്ഷയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. നമ്മൾ വഴക്കുണ്ടാക്കിയില്ലായിരിക്കാം, കലഹിച്ചില്ലായിരിക്കാം, ശണ്ട കൂടിയില്ലായിരിക്കാം, സഭയിൽ പ്രയാസം ഉണ്ടാക്കിയില്ലായിരിക്കാം, എങ്കിലും ഏതെങ്കിലും സഹോദരനോ സഹോദരിക്കോ നമ്മൾ കർത്താവിൽ നിന്ന് അവരെ അകന്നു പോകത്തക്കവണ്ണം ഒരു ടെംപ്റ്റേഷൻ നമ്മൾ കാരണമായി തീർന്നിട്ടുണ്ടോ എന്ന് ഇന്ന് രാവിലെ നമ്മെക്കുറിച്ച് തന്നെ നമുക്ക് തിരിഞ്ഞ് നോക്കാം. ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം സെറ്റിംഗ് അപ്പ് എ ബെയ്റ്റ് ട്രാപ്പ് എന്ന ഒരു ട്രാപ്പ്, ഒരു എലിയെ പിടിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ജീവികളെ പിടിക്കാൻ ഒരു ട്രാപ്പ് ഒരുക്കി, ഈ പക്ഷിക്ക് വേണ്ടി കെണി ഒരുക്കി കാത്തിരിക്കുന്നത് പോലെ ഒരു ബെയ്റ്റ് ട്രാപ്പ്, അല്ലെ ഒരു ഒബ്സ്ട്രക്ഷൻ ടു ട്രിപ്പ്, അല്ലേ, നടന്നു പോകുന്ന വഴിയിൽ കാല് തട്ടി വീഴത്തക്കവണ്ണം മനഃപൂർവ്വമായിട്ട് എന്തെങ്കിലും ഒന്ന് പ്ലാന്റ് ചെയ്യുക വഴിയിൽ, അല്ലേ. ഇതൊക്കെയാണ് ഇടർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു, ഒരു മനുഷ്യൻ തൻ്റെ മരണത്തോടടുത്തപ്പോൾ വളരെ പ്രയാസത്തോടെ വറീഡായിട്ട് കണ്ടു മരണത്തോടടുത്തപ്പോൾ. അപ്പോൾ അദ്ദേഹത്തോട് കാരണം ചോദിച്ചു. എന്തേ കാരണം? അത് ഞാൻ ചെറുപ്പമായിരുന്നപ്പം ഒരു ക്രോസ് റോഡ് ഉള്ളിടത്ത് ഞാൻ നിന്നപ്പോൾ അവിടെ 2 ദിശകളിലേക്ക്, ആ ക്രോസ് റോഡിൽ 2 ഡിറക്ഷനിലേക്കുള്ള സൈൻ ബോർഡ് ഞാൻ കണ്ടു. ഒരേ സൈൻ ബോർഡ് ഇങ്ങനെ 2 ആംസ്, അതിൻ്റെ 2 കൈകൾ ഇങ്ങനെ 2 വശത്തേക്ക് 2 ദിശയിലേക്ക് നിൽക്കുന്ന സൈൻ ബോർഡ് കണ്ടു. അപ്പം എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാനത് പതുക്കെ പിടിച്ച സൈൻ ബോർഡ് അതിൻ്റെ താഴെയുള്ള സോക്കറ്റിൽ നിന്ന് തന്നെ നേരെ തിരിച്ച് സൈൻ ബോർഡിൻ്റെ ആംസ് ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് ആക്കി വെച്ചു. എന്നിട്ട് ഞാനതിൽ വളരെ രസിച്ചു. എന്നാൽ ഇപ്പോൾ മരണത്തോടടുത്തപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി, ഞാൻ സങ്കടപ്പെടുന്നു. എത്ര യാത്രക്കാർ അവരുടെ ലക്ഷ്യം തെറ്റി, ഞാൻ ആ ചെയ്ത കൃത്യനിമിത്തം അവരുടെ ലക്ഷ്യം നഷ്ടപ്പെട്ടവരായിട്ട് യാത്ര ചെയ്തു കാണും. അപ്പം ഒരു ഹാംലെസ് എന്ന് നമുക്ക് തോന്നാവുന്ന, നിരുപദ്രവകരം എന്ന് നമുക്ക് തോന്നാവുന്ന ചില കാര്യങ്ങൾ പോലും നമ്മുടെ സഹോദരനും സഹോദരിക്കും ഇടർച്ചയാണ്. ദൈവരാജ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകളും പ്രവൃത്തിയും ചിന്തയും നമ്മളൊരു പക്ഷേ വലിയ ശണ്ടയോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ലായിരിക്കാം, എങ്കിലും നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും, നമ്മൾ അവഗണിക്കുന്ന കാര്യങ്ങൾ പോലും ആർക്കെങ്കിലും ഇടർച്ചയായി തീരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞല്ലോ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അതെൻ്റെ റൈറ്റാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം, എൻ്റെ അവകാശമാണ്. ഞാൻ എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള തീരുമാനിക്കുന്നത് എൻ്റെ അവകാശമാണ്, അല്ലേ. ഞാൻ മാംസം ഭക്ഷിക്കണമോ അതോ വെജിറ്റേറിയൻ മാത്രം, സസ്യഭുക്ക് മാത്രമായിട്ട് ജീവിക്കണമോ, ഇതെല്ലാം തീരുമാനിക്കാനുള്ളത് എൻ്റെ അവകാശമാണ്. പക്ഷേ ഞാൻ മാംസം ഭക്ഷിക്കുന്നത് കൊണ്ട് ഒരു ബലഹീന സഹോദരൻ അത് ഇടർച്ചയായിത്തീരുന്നുവെങ്കിൽ ഞാനത് ഒഴിഞ്ഞിരിക്കുന്ന ഒരു ഗ്രേറ്റർ കോൺസെപ്റ്റ് വേണം നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ചും അതിൽ ജീവിക്കേണ്ടതിനെക്കുറിച്ചും ജീവിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അപ്പം എൻ്റെ ഓരോ ഭക്ഷണ രീതി പോലും, എൻ്റെ വേഷവിധാനങ്ങൾ പോലും, ഞാൻ എന്താ ഉടുക്കേണ്ടത്, വസ്ത്രം ധരിക്കേണ്ടത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ എൻ്റെ വേഷവിധാനം മറ്റുള്ള ആർക്കെങ്കിലും സഹോദരനോ സഹോദരിക്കോ ഇടർച്ചയാകുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് 2 പ്രാവശ്യം ചിന്തിക്കണം, അല്ലേ. എൻ്റെ വാക്കുകൾ അങ്ങനെയാണെങ്കിൽ, എൻ്റെ ഇടപാടുകൾ അങ്ങനെയാണെങ്കിൽ, ഞാൻ കൊടുക്കൽ വാങ്ങൽ നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ 2 പ്രാവശ്യം അതിനെക്കുറിച്ച് ചിന്തിക്കണം. സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തീരുമാനങ്ങളിലും ഈ ചോദ്യം മനസ്സിലുണ്ടായിരിക്കണം. എന്തുവാ, ഞാൻ എൻ്റെ സഹോദരന് ഇടർച്ച വരുത്തുന്നുണ്ടോ ഇല്ലയോ
അല്ലേ? ബിലയാമിൻ്റെ ഉദാഹരണം നമുക്കറിയാമല്ലോ. ഞാനിവിടെ അല്പം നിൽക്കുന്നത് ഇത് വളരെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ളൊരു ഭാഗമായതുകൊണ്ടാണ്. പാരബിൾ ഇതല്ല, പാരബിൾ ഇതിനോട് ചേർന്ന് വരുന്നതാ. എന്നാൽ ഇതതിൻ്റെ പശ്ചാത്തലമായിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണുന്നത് മാത്രമാണ് എന്ന് ഓർമ്മയിൽ വയ്ക്കണം. ബിലയാമിൻ്റെ ഉദാഹരണം നമുക്കറിയാം അല്ലേ? ബിലയാമിനെ ബാലാക്ക് വിളിച്ചിട്ട് ഇസ്രയേൽ ജനത്തെ ശപിക്കുവാനായിട്ട് അവനെ നിയോഗിച്ചു. അവനോട് അഭ്യർത്ഥിച്ചു. വളരെ അധികം സമ്മാനങ്ങളും ദാനങ്ങളും എല്ലാം അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അവൻ്റെ വീട് നിറയ്ക്കത്തക്കവണ്ണം കൊടുക്കാൻ എനിക്ക് പറ്റുമായിരുന്നെന്നാണ് പറയുന്നത് അല്ലേ? പഴയതിൽ ആദ്യം ഓഫർ ചെയ്തതിനേക്കാൾ പിന്നെയും ഇരട്ടിയാക്കി അവന് സമ്മാനങ്ങളുമൊക്കെ ആയിട്ട് അവനെ ക്ഷണിച്ചു. എന്നാൽ ബിലയാം നോക്കി വെച്ച് പറഞ്ഞു, എനിക്കിവരെ ശപിക്കാൻ പറ്റത്തില്ല. കാരണം ഇവർ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്, ഒരു ജാതിയാണ്. ജാതികളുടെ കൂട്ടത്തിൽ ഇവർ എണ്ണപ്പെടുന്നതുമില്ല. അതുകൊണ്ട് എനിക്കിവരെ ശപിക്കാൻ പറ്റത്തില്ല. പല കോണുകളിൽ നിന്ന്, പല മുക്കിലും മൂലയിൽ നിന്നും എല്ലാം പല ആംഗിളിൽ നിന്ന് ബിലയാമിനെ കൊണ്ടുപോയി ബാലാക്ക് ശ്രമിച്ചു നോക്കി ഇസ്രയേൽ ജനത്തെ ശപിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു ഉപകാരം ബാലാക്കിന് ചെയ്തു. എന്തുവാ ഒരു ഉപകാരം ബാലാക്കിന് വേണ്ടി ചെയ്തു കൊടുത്തേ? ഇടർച്ച വെക്കാനായിട്ട് ഉപദേശം കൊടുത്തു. ശപിക്കാൻ പറ്റിയില്ല, പക്ഷെ പ്രാക്ടിക്കലായിട്ട് ഇസ്രയേലിൻ്റെ മധ്യേ വലിയ സംഹാരം നടക്കത്തക്കവണ്ണം ഒരു കൊച്ചുപദേശം. മോവാബ്യ സ്ത്രീകളുമൊക്കെ ആയിട്ട് ചേർന്ന് ഇവരെ അകൃത്യം ചെയ്യാനായിട്ട്, പരസംഗം ചെയ്യാൻ, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായിട്ട് ചെയ്യാൻ ഒരു ഇടർച്ച വെച്ചു കൊടുത്തു. പുറമേ കണ്ട ഒരു കുഴപ്പമില്ല. പാവം ബിലയാം ദൈവം അനുവദിക്കാഞ്ഞത് കൊണ്ട് അവന് ശപിച്ചില്ല. പക്ഷെ വളരെ ക്ലവറായിട്ട്, സ്മാർട്ടായിട്ടൊരു ഉപദേശം ബാലാക്കിൻ്റെ ചെവിയിൽ കൊടുത്തു. എന്താ? ഒരിടർച്ച വെച്ചിട്ടും അദ്ദേഹം ഇതൊന്നും ഓർത്തില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചു, ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. പക്ഷേ ഇസ്രായേൽ മക്കള് കനാനി കയറിയിട്ട് ആദ്യം കൊന്നതിൻ്റെ ലിസ്റ്റില് ബയോരിൻ്റെ മകനായ ബിലയാമിനെ അവർ വാൾ കൊണ്ട് കൊന്നു. സ്തോത്രം. നമ്മളൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ? ഇപ്പോഴും കൊടുക്കുന്നുണ്ടായിരിക്കും. നന്മയ്ക്കായിട്ടുള്ള ഉപദേശങ്ങൾ എത്ര പേര് കൊടുക്കും? നന്നാകാനുള്ള ഉപദേശം, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന്, വ്യാപ്തിക്ക്, അനുഗ്രഹത്തിനുള്ള ഉപദേശം. നമ്മുടെ നാവ് ഒരു വാക്ക് വരുമ്പോൾ ഓർക്കണം, എൻ്റെ ബലഹീന സഹോദരൻ, ഞാൻ ഒരുപക്ഷെ വിശ്വാസത്തിൽ വളരെ സ്ട്രോങ് ആയിരിക്കാം, എനിക്ക് വിശ്വാസത്തിൽ വലിയ ഉൾക്കാഴ്ചയും അറിവും പരിചയമൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ എൻ്റെ സഹോദരൻ എങ്ങനെയാണ് എന്ന് മറക്കാതിരിക്കുക, എൻ്റെ സഹോദരി എങ്ങനെയാണെന്ന് മറക്കാതിരിക്കുക. അപ്പോൾ ആ ഉൾക്കാഴ്ചയോടെ സംസാരിക്കുക, ഉൾക്കാഴ്ചയോടെ നമ്മൾ ഇടപെടുക, ഒരിടർച്ച വരുത്തുവാൻ നമുക്ക് ഇടയാകാതെ ഇരിക്കുക. സ്തോത്രം. ചെവികളിൽ മന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുറമേ അല്ല, കൊച്ചു ഗ്രൂപ്പുകളിൽ കൊച്ചു മൂലകളിൽ നിന്ന് മന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ ആരും കാണത്തില്ല, പക്ഷേ എന്നെ ദൂരെ നിന്ന് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ. ഇത് തീക്കളിയാ. ഒരുവന്റെ വിശ്വാസം നഷ്ടപ്പെടാൻ, സഭയിൽ ഒരു കയ്പിന്റെ വേര് മുളയ്ക്കാൻ, ഒരു കലക്കമുണ്ടാകാൻ, പലരും അതിനാൽ മലിനപ്പെടുവാൻ ഇടയാകുവാൻ ഞാൻ മുഖാന്തരമാകരുതേ എന്ന് പ്രാർത്ഥിക്കണം. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഓരോ വാക്കും സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ, ഓരോ വാക്കും സൂക്ഷിക്കണം. എൻ്റെ മന്ത്രണം
എൻ്റെ സംസാരം, എൻ്റെ ഇടപാട് ഞാൻ മാറി നിന്ന് സംസാരിക്കുമ്പോൾ പ്രയോജനമുള്ളതാണോ സംസാരിക്കുന്നത്? ഗ്രൂപ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പ് ഞാൻ നിൽക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് സംസാരിക്കും, വളരെ നന്നായി. എന്നാൽ മാറി നിൽക്കുമ്പം, തനിയെ ഇടപെടുമ്പോൾ, എൻ്റെ സ്നേഹിതനോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ എന്തോ ഉപദേശമാണ് നമ്മൾ കൊടുക്കുന്നത്? നന്മയ്ക്കായിട്ടാണോ? സ്തോത്രം. സഹോദര, കൂടുതൽ ക്ഷമിക്കണം. പോട്ടെ, സാരമില്ല സഹോദര, സഹോദരി, നമുക്ക് ക്ഷമിക്കാം, നമുക്ക് കൂടുതൽ സ്നേഹിക്കാം. ആ പ്രത്യേക വ്യക്തി പ്രത്യേക സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തതെന്നാണോ നമ്മൾ പറയുന്നത്? അതോ നമ്മളൊന്ന് കയറ്റി കൊടുക്കുകയാണ് അല്ലേ? അയ്യോ, നമുക്ക് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ശ്രമിക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇടർച്ച വരാതിരിക്കുന്ന അസാധ്യമാണ്. നമ്മളെല്ലാം ഇംപെർഫെക്റ്റ് ബീയിങ് ആയതുകൊണ്ട് അവിടെയും ഇവിടെയും ഒക്കെ ഇടർച്ച ഉണ്ടാകും. പക്ഷെ വളരെ സൂക്ഷിക്കണം. ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. ആ മനുഷ്യൻ ഇടർച്ച വരുത്താൻ ഒരു അവസരം ഉണ്ടാകുന്നതിനേക്കാൾ കഴുത്തിലൊരു തിരികല്ല് കെട്ടി അവനെ കടലിൻ്റെ ആഴത്തിൽ ഇട്ട് കളയുന്നതല്ല. എന്ന് പറഞ്ഞാൽ തിരിച്ചു വരികയില്ലാത്തതുപോലെ അവിടെ കിടന്ന് മരിക്കുന്നത് ഇടർച്ച വരുത്തി ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലതാണെന്നാണ് കർത്താവ് പറഞ്ഞു. നിന്റെ ഇടം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയാൻ പറയുന്നതിൻ്റെ അർത്ഥം അതാ, അല്ലാതെ ലിറ്ററലി വെട്ടി എറിഞ്ഞു കളയാനല്ല, ലിറ്ററലി ഒരു തിരികല്ല് കെട്ടി കടലിൽ ഇട്ടേക്കാനല്ല പറയുന്നത്. പക്ഷെ അതിൻ്റെ ആ ഭവിഷ്യത്ത്, അതിൻ്റെ ഗുരുതരമായ നേച്ചർ തിരിച്ചറിയാനായിട്ടാണ് കർത്താവ് പറയുന്നത്. സ്തോത്രം. അത് കഴിഞ്ഞ് രണ്ടാമത് പറഞ്ഞ കാര്യവും നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർത്തു. രണ്ടാമത് പറഞ്ഞത്, ഇനിയും നിന്റെ സഹോദരൻ നിനക്ക് ഇടർച്ച വരുത്തിയാൽ, സഹോദരൻ പിഴച്ചാൽ, അതേ ലൈൻ ഓഫ് തോട്ടാ കേട്ടോ ആ പറഞ്ഞിരിക്കുന്ന കാര്യം, അതേ ചിന്താ രീതി അങ്ങനെ തുടരുകയാണ്. എന്ന് പറഞ്ഞാൽ, നീ ഇടർച്ച വരുത്തരുത്, എന്നാൽ മറ്റൊരുവൻ പിഴച്ചാൽ, മറ്റൊരുവൻ ഇടർച്ച വരുത്തിയാൽ അവനെ ശാസിക്കുക. അഗെയിൻ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് റിഡീമിങ് ദാറ്റ് പേഴ്സൺ. ആ വ്യക്തിയെ വീണ്ടെടുക്കുക, ആ വ്യക്തിയെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അവനെ ശാസിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. എന്നാൽ അവൻ പറയുകയാണ്, ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് ദിവസത്തിൽ 7 വട്ടം അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലേ? കർത്താവ് പറയുക, അവൻ മാനസാന്തരപ്പെട്ട അവനോട് ക്ഷമിക്കണം. ഓക്കെ കർത്താവേ, ഞാൻ ക്ഷമിക്കാം. എന്നാൽ കർത്താവ് പറയുക, ദിവസത്തിൽ, ഹൗ ദ ലോർഡ് ഈസ് മേക്കിംഗ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട്, റൈറ്റ്? പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണെന്ന് നമുക്ക് തോന്നും. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും പിന്നെ 7 വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക. ഇപ്പോൾ ഫൊർഗീവ്നെസ് 7 വട്ടം. യഹൂദ റബിമാര് പറയുമായിരുന്നു, 3 വട്ടം ഒരേ ആളിനോട് ഒരേ കാര്യത്തിന് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ഹീ ഈസ് എ പെർഫെക്റ്റ് മാൻ എന്ന്. 3 വട്ടം ഏതെങ്കിലും കാര്യത്തിന് ഒരു വ്യക്തിയോട് 3 പ്രാവശ്യം ആവർത്തിച്ച് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു പൂർണ്ണ മനുഷ്യനാണ്, വളർച്ചയെത്തിയ മച്ചുറായിട്ടുള്ള ഒരാളാണ്. പക്ഷെ കർത്താവ് പറഞ്ഞപ്പോൾ നമ്പർ നോക്കിക്കേ, 3 × 2 + 1 അല്ലേ? യഹൂദ റബിമാര് പറഞ്ഞു 3 വട്ടം വന്ന്, ഇവിടെ കർത്താവ് പറയാം 3 × 2 + 1, 7 വട്ടം. 7 വട്ടം നിന്നോട് മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കും. നമുക്കറിയാം 7 എന്ന് പറയുന്നത് പെർഫെക്ഷനെ കാണിക്കുന്നതാ. അപ്പം ഫൊർഗീവ്നെസ്സിന് ലിമിറ്റില്ലെന്നാണ് കർത്താവ് പറയുന്നത്. യു കനോട്ട് കാൽക്കുലേറ്റ് ഇറ്റ് എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങളിത് കൊത്തിയിരുന്ന് എണ്ണിക്കൊണ്ടിരിക്കാനല്ല നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. 1-ാം പ്രാവശ്യം 1, വാക്കൊന്ന്, ക്ഷമ1, വാക്ക് 2, ക്ഷമ 2, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല കർത്താവ് ഇത് പറഞ്ഞത്. Forgiveness is unlimited. അത് വേറെ ഉദാഹരണങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞ ഉപമകൾ തന്നെയുണ്ട്. എങ്ങനെയുള്ള forgiveness? Forgiveness that is unlimited is divine in nature.
അൺലിമിറ്റഡ് ആയിട്ട്, പരിമിതിയില്ലാതെ, പരിധികളില്ലാതെ ക്ഷമിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവികമായിരിക്കണം നമ്മുടെ ചിന്തകൾ. ഡിവൈൻലി ഫോർഗിവിങ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് കർത്താവ് അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. റബിമാരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ശാസ്ത്രിമാരും എല്ലാവരും അങ്ങനെ ആയിരുന്നു, പരീശന്മാരും ഒക്കെ. അവരൊക്കെ ഒത്തിരി ക്ലെയിംസ് നടത്തിയവരാ അല്ലേ? അവരുടെ കർമ്മത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും റബിമാർ പറഞ്ഞതനുസരിച്ച് ക്ഷമിക്കുന്നതിനെക്കുറിച്ചും കർത്താവ് പറഞ്ഞ്, നിങ്ങളുടെ നീതി, കേട്ടെ, എന്നെ കേട്ടെ, നിങ്ങളുടെ നീതി പറഞ്ഞേ ബാക്കി, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കയറത്തില്ല. പരീശന്മാർ പറയുന്ന നീതി തന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. എന്ന് കർത്താവ് പറയാം, നിങ്ങളുടെ നീതി അവിടെ നിന്നാ പോരാ. നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ, നീതി നൽകാതിരിക്കാൻ എന്തേലും വഴിയുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. മറ്റുള്ളവരെ ശിക്ഷയിൻ കീഴിൽ അടച്ചു കളയുവാൻ എങ്ങനെ സാധിക്കുമെന്നാ നമ്മൾ പലപ്പോഴും പരിശ്രമിക്കുന്നത്. വീണ്ടെടുക്കാനുള്ള പരിശ്രമമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഒക്കെ നീതിയെ കവിയുന്ന നീതി അതില്ലെങ്കിൽ അത് കേട്ടപ്പോഴാ ശിഷ്യന്മാർ പറയുന്ന, കർത്താവേ, ഞങ്ങളെ കൊണ്ട് നടക്കത്തില്ല, എത്ര ശ്രമിച്ചാലും ഞങ്ങൾക്കിത് നടക്കുകയില്ല. ഇത് നടക്കണമെങ്കിൽ ഒരു കാര്യം നീ ചെയ്യണം. എന്തുവാ? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം കർത്താവേ. വൈ ഫെയ്ത്ത്? വൈ മോർ ഫെയ്ത്ത്? എന്തുകൊണ്ടാണ് കൂടുതൽ വിശ്വാസം വേണ്ടത്? എന്തുകൊണ്ടാണ് കൂടുതൽ വിശ്വാസം വേണ്ടത്? ഇത് ചെയ്യാനായിട്ട് എനിക്ക് കൂടുതൽ വിശ്വാസം വേണം എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാകും. Greatest force in the world is faith. Faith on the living God. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിലെ വിശ്വാസമാണ്. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. നമുക്കൊരു ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കാൻ അവസരം കിട്ടിയെന്ന് പറയുന്നതാ നമ്മുടെ സന്തോഷം. ഹല്ലേലൂയ. നമ്മുടെ ശക്തി അതാ, അല്ല നമ്മുടെ ധനമല്ല, നമ്മുടെ റിസോഴ്സ്ഫുൾനെസ് അല്ല, നമ്മുടെ വിദ്യാഭ്യാസം അല്ല, നമ്മുടെ അറിവോ പരിചയമോ സമൂഹത്തിലെ സ്ഥാനമോ അല്ല, ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അവിശ്വാസം, വിശ്വാസം നമ്മുടെ കണ്ണ് തുറപ്പിക്കും. നമ്മളിപ്പം കാണാത്ത കാര്യങ്ങൾ കാണാൻ തുടങ്ങും. അതിനകത്ത് ഈ ക്ഷമയും വരും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്ന നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റ് എല്ലാം ഫുൾഫിൽ ആകുന്നതാണ്. വിശ്വാസത്തിന് അതിലെ അധികമായിട്ടുള്ള എന്തെല്ലാം ഉപയോഗങ്ങളുണ്ടെന്നറിയോ? വിശ്വാസം നമ്മുടെ രോഗസൗഖ്യവും, വിശ്വാസം നമ്മുടെ പ്രാർത്ഥന, പ്രത്യേകമായ വിഷയങ്ങൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കുള്ള മറുപടി മാത്രം ഒതുക്കി വെക്കരുത് പ്രിയപ്പെട്ടവർ. അതിനപ്പുറത്തേക്ക് പോകണം. ഒരു ഉൾക്കാഴ്ചയോടെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. എഫേസോസിലുള്ള സഭയോട് ആ ലേഖനം എഴുതിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും തിരിച്ചറിയേണ്ടതിന്
നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുവാൻ കഴിയുന്ന ദൈവശക്തി. ഈ അപ്പസ്തലന്മാര് കർത്താവിനോട് പറയുക, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം, ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം, ഞങ്ങളും കാണട്ടെ കർത്താവേ. റീസൺ ഫോർ ആസ്കിങ് ഫോർ മോർ ഫെയ്ത്ത്, കൂടുതൽ വിശ്വാസം ഞങ്ങൾക്ക് വേണം. ഈ യേശു കർത്താവ് പഠിപ്പിക്കുന്ന കാര്യം വിശ്വാസവുമായിട്ട് വളരെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവിടെ നിന്ന് കർത്താവ് മുന്നോട്ട് പോവുക. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും കൂടെ നമുക്ക് പറയാം. ഞാൻ ആ വാക്യങ്ങൾ ഇനിയും ബാക്കി അതിനു മുമ്പുള്ളത് പിന്നെയും പറയുവാൻ സമയമെടുക്കുന്നില്ല. ഇമ്പോസിബിൾ ലുക്കിംഗ്, ഒറ്റ മിനിറ്റൂടെ. 6-ാം വാക്യത്തിൽ അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. വിശ്വാസത്തിൻ്റെ വാക്കുകൾക്കുള്ള ശക്തി, അപരിമേയമായ ശക്തി, അളവില്ലാത്ത ശക്തി. ഇമ്പോസിബിൾ ലുക്കിംഗ് തിങ്സ് ബിക്കമിങ് പോസിബിൾ, അല്ലേ? മലയോട് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് നടക്കും. ഈ കാട്ടത്തി ഒരുപക്ഷെ അവരുടെ നിന്നതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു അത്തി, കാട്ടത്തി, വൈൽഡ് ഫിഗ്, അതിനെ കാണിച്ചുകൊണ്ടായിരിക്കും കർത്താവ് പറഞ്ഞത്, വിശ്വാസത്തോടെ സംശയിക്കാതെ ഇതിനോട് പറഞ്ഞ് നട്ടുപോക, കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. Again, impossible looking things becoming possible. Divine forgiveness is possible. എത്ര പേര് വിശ്വസിക്കും? ഇതുവരെ ക്ഷമിക്കാൻ കഴിയാത്ത ആളുകളോട് ക്ഷമിക്കാൻ പറ്റുമെന്ന്? ഹലോ, മനസ്സിൽ ഒരുപാട് തടവുകാരെ വെച്ചുകൊണ്ടിരിപ്പില്ലേ? അവരോട് ക്ഷമിക്കാൻ പറ്റുമെന്ന്? എന്നെ ഉപദ്രവിച്ചെന്ന് ഞാൻ പറയുന്ന, ഞാൻ വിശ്വസിക്കുന്ന, എനിക്കെതിരായിട്ട് നിന്നെന്ന്, എനിക്കെതിരായിട്ട് വാക്കുകൾ പറഞ്ഞെന്ന് ഞാൻ ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന്. ഇഫ് ഐ ഹാവ് ഫെയ്ത്ത്. ഹല്ലേലൂയ. ഞാൻ എക്സൈറ്റഡ് ആകുന്നുണ്ട്, നിങ്ങൾ എക്സൈറ്റഡ് ആകുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് ആ ഉപമയിലേക്ക് കടന്നു പോകാം. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ, നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നുകുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നുകുടിച്ചുകൊള്ളുക എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവിൻ. ആമേൻ. വലിയ മനപ്രയാസം തോന്നുന്ന ഒരു ഉപമയെ. നമ്മളൊക്കെ എത്ര ഓടിയാലും അധ്വാനിച്ചാലും അവസാനം കിട്ടുന്ന ഇതേ ഉള്ളൂ, അല്ലേ? ആകപ്പാടെ പറയാൻ പറ്റുന്നത് അപ്രയോജനവൃത്തി, ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണോ ഇതിൻ്റെ അർത്ഥം? നമുക്കിതൊന്ന് പഠിക്കാം, അല്പം നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം. യേശു കർത്താവ് പലപ്പോഴും ഈ യജമാനന്മാരെയും ഭൃത്യന്മാരെയും കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, അവർ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച്. പല ഉദാഹരണങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഉണ്ട്. അൺമേഴ്സിഫുൾ, ക്ഷമിക്കാത്ത ദാസൻ, ഇളച്ചു കൊടുക്കാത്ത ദാസനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, അല്ലേ? 10,000 താലന്തും 100 വെള്ളിക്കാശും കടം പെട്ടിരുന്നവരോട് ഉള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഓർപ്പിച്ചതുപോലെ മുന്തിരിത്തോട്ടത്തിൽ വന്ന് അധ്വാനിപ്പാൻ കൂലിക്കെടുത്ത ആളുകൾ കുറിച്ചുള്ള ഉപമയിൽ യജമാനും ഭൃത്യന്മാരും തമ്മിൽ, അല്ലെങ്കിൽ ജോലിക്കാരും തമ്മിലുള്ള ബന്ധത്തെ പറയുന്നുണ്ട്. അതുപോലെ താലന്തുകളുടെ ഉപമയിൽ അൺയൂസ്ഫുള്ളായിരുന്ന ഭൃത്യനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം യജമാനന്മാരും ഭൃത്യന്മാരും, ഇവിടെ ഒരിക്കൽ കൂടെ അങ്ങനെ ഒരു ബന്ധത്തെയാണ് കർത്താവോട് പറയുന്നത്. അതിനെ പല ട്രാൻസ്ലേഷൻസിലും പറയുന്നത് വെറും ഒരു ദാസൻ എന്നല്ല,
അൺപ്രോഫിറ്റബിൾ സെർവൻറ്റ് എന്നാ പറയുന്നത്. അൺപ്രോഫിറ്റബിൾ സെർവൻറ്റ്. അപ്പം കർത്താവ് പറയുക, ഈ ആറ്റിറ്റ്യൂഡ് വളരെ അത്യന്താപേക്ഷിതമാണ്. എല്ലാ വിശ്വാസികളിലും അത്യന്താപേക്ഷിതമാണ്. എല്ലാ കർത്താവിൻ്റെ വേലക്കാരിലും അത്യന്താപേക്ഷിതം. ഇത് വളരെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതും ഉള്ളത്തിൽ കരുതേണ്ടതും വളരെ അത്യാവശ്യം. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഞാനില്ലെങ്കിൽ ദൈവരാജ്യം എങ്ങനെയാണ് നടക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ഞാൻ പാടുമ്പം ഞാൻ ഓർക്കും, എൻ്റെ പാട്ടില്ലെങ്കിൽ എങ്ങനെയാണ്? അല്ലെങ്കിൽ ഞാൻ പല പല ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, എൻ്റെ വിചാരം അല്ലെങ്കിൽ നമ്മുടെ വിചാരം പലപ്പോഴും ഞാനത് ചെയ്തില്ലെങ്കിൽ കർത്താവിന് വലിയ നഷ്ടം, ദൈവരാജ്യത്തിന് വലിയ നഷ്ടമാണ് എന്നൊക്കെ നമ്മൾ ഒക്കെ പറയുവാൻ തക്കവണ്ണം ഇടയാകും. എന്നാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, നമ്മുടെ ഭാവവാഹാദികൾ എന്തായിരിക്കണം, നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഇന്ന് വിവരിപ്പാൻ സമയമല്ല, എൻ്റെ സമയം തീരാൻ പോവുകയാണ്. എങ്കിലും നമുക്ക് ഇന്ന് രാവിലെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിപ്പാനായിട്ട് സമയമെടുക്കണം. കാരണം നമ്മൾ ഈ വിശ്വാസവും ഇതുമായിട്ട് എങ്ങനെയാണ്, ഒരുപക്ഷെ നമുക്ക് തോന്നും ഈ മുമ്പേ ഉള്ള ഭാഗം ഇതുമായിട്ട് ചേർന്ന് വരുന്നില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം അല്ലേ? ഇടർച്ചയെക്കുറിച്ച് പറഞ്ഞു, ഫൊർഗീവ്നെസ്സിനെ കുറിച്ച് പറഞ്ഞു, വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം കർത്താവ് നേരെ ഏത് വിഷയത്തിലേക്കാണ് പോയത്? അപ്രയോജന ഭൃത്യന്മാർ. എല്ലാം ഓടി നടന്ന് ചെയ്യുന്ന ഒരാൾ വയലിൽ അധ്വാനിച്ചു വീട്ടിൽ വന്നു, വീട്ടിലും സ്വസ്ഥതയില്ല. പിന്നെയും പലരും പറയല്ലേ, ഓഫീസിൽ ജോലി അല്ലെങ്കിൽ വർക്ക് പ്ലേസിലെ ജോലി, വീട്ടിൽ വന്നാൽ പിന്നെയും സ്വസ്ഥതയില്ല, പിന്നെയും ജോലി. നിങ്ങളാരും പറയുന്നില്ലായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ അവർക്ക് കിട്ടുന്നത് എന്തോ? അപ്രയോജന ഭൃത്യൻ. അപ്പൊ എന്താ കാര്യം? വിശ്വാസത്തിന് ഏറ്റവും വലിയ ഫോഴ്സാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ വിശ്വാസത്തിൽ വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്? അഹങ്കാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. The possibility of pride developing in us, right? The possibility of pride developing in us. നമ്മുടെ ഉള്ളിൽ വലിയ, ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് നോക്കിയാൽ മതി, എന്നെ മാത്രം നോക്കണം ഒരു നിമിഷം എല്ലാവരും. Just look at me please. The possibility of pride developing in us. So the Lord is actually cutting that. അതിനെതിരായിട്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഒരു വിധത്തിലും നിങ്ങളുടെ വിശ്വാസത്താൽ വലിയ പ്രവൃത്തി നടന്നിട്ടുണ്ടെങ്കിൽ you have nothing to be proud of. Nothing to be proud of. Because you are an unprofitable servant. That should be the attitude that you should be having. Hallelujah. The disciples of Christ returned from their first ever mission trip. They went around, they preached about Jesus, they introduced Jesus in many places. They came back and they said, as part of their report, they said, Lord, even the demons obey us. കർത്താവേ, പിശാചുക്കൾ പോലും ഞങ്ങളെ, ഭൂതങ്ങൾ പോലും ഞങ്ങളെ അനുസരിക്കുന്നു. Even they obey us. They were great. With great pride they were saying. വലിയ അഭിമാനത്തോടെ അഹങ്കാരത്തോടെ പറയായിരുന്നു. കർത്താവ് പറയാ, ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, സ്വർഗത്തിൽ നിങ്ങളുടെ. When we see faith working, because faith is the greatest force in the world, when we see faith working, instead of becoming proud in that, taking pride in that, the Lord says there are more important things. Your salvation itself is a gift from me. There is nothing to be proud of. പ്രാർത്ഥനയാൽ ചില കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് കഴിഞ്ഞ നാളുകളിൽ നമ്മെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അഭിമാനിക്കാനോ അഹങ്കരിക്കാനോ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ.
അഹങ്കരിക്കുവാൻ ഒന്നുമില്ല. There is nothing to be proud of. Every one of us is in the danger of becoming proud. Possibly, the moment when we think that my faith is really working, faith on the Lord is really working, my prayer is being answered, alle? Ano? Even the greatest of the apostles had that danger. Right? Even Apostle Paul. Oh, I have to conclude. Apostle Paul said, the Lord has allowed a thorn in my flesh, on my flesh. എന്നെ കുത്തുവാനായിട്ട് സാത്താന്റെ ദൂതനെ ദൈവം എന്തിനു വേണ്ടിയാ? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, so that I may not get puffed up by the multiplicity of the many revelations that I have. So there is the possibility of we also becoming proud in one way or other. So the Lord is saying that there is nothing to be proud of. Hallelujah. Hallelujah. So what should be our attitude even when you see that the Lord is using you in many ways in the kingdom of God? There is nothing to be proud of. You can only say, I am only an unprofitable servant. കർത്താവേ, ഞാൻ വെറും അപ്രയോജന ഭൃത്യൻ. ദൈവത്തിന് സ്തോത്രം. We'll go more into this parable next week again. But let us close our eyes, bow our heads in the presence of God for prayer. ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാവരും, every one of us, start praying. Hallelujah. Very, very important things that we have learned and heard from the Word of God this morning. Let us take them in our hearts, in our minds, and let us respond to the Lord, saying, Lord, help me to have this attitude, oh Lord. Even when I think, the moment when I think that I have done something for the kingdom of God, ഞാൻ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇച്ചിരി ഓടി, ഇച്ചിരി അധ്വാനിച്ചു, ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചർച്ചിൽ ഞാൻ അധ്വാനിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ അഭിമാനിക്കുവാൻ ശ്രമിക്കാതെ നമുക്കും പറയാം, കർത്താവേ, ഞങ്ങൾ അപ്രയോജന ഭൃത്യന്മാരാണ്, ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാണ്.